ഈ വാരം ഔഷധിയിലൂടെ ചെത്തിക്കൊടുവേലി എന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് അടുത്തറിയാം. പ്ലംബാജിനേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് ചെത്തിക്കൊടുവേലി. വെള്ളക്കൊടുവേലി, നീലക്കൊടുവേലി, ചെത്തിക്കൊടുവേലി എന്നിങ്ങനെ പൂവുകളുടെ നിറത്തെ ആസ്പദമാക്കി 3 തരത്തിൽ ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ആമാശയ കുടൽ സംബന്ധമായിരിക്കുന്ന മിക്ക രോഗങ്ങൾക്കും ഉത്തമമായ ചെത്തിക്കൊടുവേലി പൂന്തോട്ടങ്ങളിൽ നട്ടുവളർത്താറുണ്ട്. നീലക്കൊടുവേലി അത്യപൂർവമായി മാത്രം കാണപ്പെടുമ്പോൾ വെള്ളക്കൊടുവേലി കളയായിട്ടാണ് വളരുന്നത്. ഏകദേശം 1.5 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ കുറ്റിച്ചെടിയുടെ വേരിനാണ് ഔഷധമൂല്യമുള്ളത്. അർശസ്, ചർമ്മരോഗങ്ങൾ, മഹോദരം, നീര്, വീക്കം, ഗ്രഹണി എന്നിവയ്ക്ക് ഉത്തമമായിരിക്കുന്ന ഈ സസ്യം പിത്തവർദ്ധനയ്ക്ക് കാരണമാണ്. ഇതിൻ്റെ വേരിനുള്ളിലുള്ളതായിരിക്കുന്ന നാര് കളഞ്ഞതിന് ശേഷം വേരും വേരിൻ്റെ തൊലിയുമാണ് ഔഷധയോഗ്യമായി ഉപയോഗിക്കാറ്. കൊടുവേലി പ്രധാന ഘടകമായി നിർമ്മിക്കപ്പെടുന്ന അഗ്നിതുണ്ടിവടി എന്നുള്ളതായിരിക്കുന്ന മരുന്ന് ദഹന സംബന്ധമായിരിക്കുന്ന എല്ലാവിധ രോഗങ്ങൾക്കും അതീവ പ്രയോജനകരമാണ്. അർശസിനും ഇത് ഗുണകരമാണ്. ഭക്ഷണ ക്രമീകരണം ചെയ്യുകയും 1 ഗ്രാം കൊടുവേലി 250 മില്ലി മോരിൽ അരച്ചു ചേർത്ത് ദിവസവും 2 നേരം കഴിക്കുകയും ചെയ്യുന്നത് വഴി അർശസിന് ആശ്വാസം ലഭിക്കുന്നതാണ്. ത്രിഫല, കൊടുവേലിക്കിഴങ്ങ്, വേങ്ങക്കാതൽ, മഞ്ഞൾ, ജഡമ്പു തകിട് എന്നിവ കഷായമുണ്ടാക്കി തേൻ ചേർത്ത് കഴിക്കുന്നത് അമിതവണ്ണത്തിന് ഫലപ്രദമാണ്. കൊടുവേലിക്കിഴങ്ങ് പ്രമേഹം, മന്ത്, ഗ്രഹണി, ശ്വേതകുഷ്ഠം, അരിമ്പാറ മുതലായ രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. കൊടുവേലി അധികമായി കഴിച്ചാലുണ്ടാകുന്നതായിരിക്കുന്ന രോഗാവസ്ഥയ്ക്ക് ശീതകരങ്ങളായിരിക്കുന്ന ചന്ദനം, രാമച്ചം എന്നിവ പച്ചവെള്ളത്തിൽ അരച്ചു ചേർത്ത് കഴിക്കുന്നത് ഗുണകരമാണ്. കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തിട്ട് വേണം ഉപയോഗിക്കുവാൻ. ഇതിൻ്റെ കിഴങ്ങ് ചുണ്ണാമ്പിൽ നീറ്റിയെടുക്കുകയോ എരുമച്ചാണകത്തിൽ പുഴുങ്ങിയെടുക്കുകയോ ചെയ്ത് പച്ചവെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം. ശുദ്ധി ചെയ്ത കൊടുവേലി കഴിച്ചാലുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങൾക്ക് എള്ളും ശർക്കരയും ചേർത്ത് പെട്ടെന്ന് തന്നെ കഴിക്കണം. ഇതുകൊണ്ടൊക്കെ തന്നെ വൈദ്യനിർദ്ദേശത്താൽ മാത്രമേ കൊടുവേലിക്കിഴങ്ങ് ഉപയോഗിക്കാവൂ. കടുരസവും ലഘുരൂക്ഷ തീഷ്ണ ഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ കടുവുമായ കൊടുവേലി കഫവാതജ രോഗങ്ങളെ ശമിപ്പിക്കുന്നു.